കോഴിക്കോട് തന്നെ ബിൽഡിംഗ് പൊളിയാനുള്ള ടൈപ്പിൽ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അതിൻ്റെ ഒരു പരമ്പര എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ജനങ്ങൾ ഞെട്ടും. ബിഗ് ബസാർ വലിയങ്ങാടിയിലാണ്. ഇപ്പം ഇവിടെ ഇന്ന് മൊത്തം ലീവാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇന്ന് ഡേറ്റ് നോമ്പ് 6 24 ഫെബ്രുവരി മാസം 2026 ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ കാരണമായി 4 തൊഴിലാളികൾ സ്ലാബ് വീണിട്ട് മരണപ്പെട്ടത് വളരെ സങ്കടകരമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്നും ഇവർ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ആ 4 നമ്മളെ സഹപ്രവർത്തകരുടെ വിയോഗ വാർത്ത അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആര്? ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാനുള്ള ഉത്തരവാദി. ബിൽഡിങ്ങിന് ഒരു ഫിറ്റ്നസ് വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴെങ്കിലും ഫിറ്റ്നസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ദാരുണമായ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കാൻ സാധ്യതയാണ്. കേരളത്തിൽ കോഴിക്കോട് മാത്രമല്ല, ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലും കോർപ്പറേഷൻ്റെ പൊതു സ്വത്തുകളായിട്ടുള്ള ബിൽഡിങ്ങുകൾ വീഴാൻ കിടക്കുന്ന ഒരുപാടുണ്ട്. 1-2 ആൾക്കാർ മരണപ്പെടുമ്പോൾ ഇതിൻ്റെ ചിന്തകൾ ആൾക്കാർക്ക് വരുന്നുള്ളൂ, അതുപോലെ കോർപ്പറേഷന് വരുന്നുള്ളൂ, ഗവൺമെൻറ്റിന് വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേഷന് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഇന്നലെ BJPയും അതുപോലെ UDF പ്രവർത്തകരും കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കാൻ പോയി. അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഉപരോധിക്കാൻ പോയത്? ഞാൻ പറയല്ലാന്ന് അറിയും. കാരണം എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയ വോട്ട് തേടിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് ഇവരെ സൂചിപ്പിക്കുന്നില്ല, കോർപ്പറേഷനെ സൂചിപ്പിക്കുന്നില്ല? ഷോപ്പ് നടത്തുന്ന ആൾക്കാർ കോർപ്പറേഷന് തുടർച്ചയായിട്ട് നിവേദനം കൊടുത്താണല്ലോ മെയിൻ്റനൻസ് നടത്തണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവർ നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഞാൻ ഇപ്പോൾ പറയാം. നഗരസഭ വക ബിഗ് ബസാർ കെട്ടിടം തകർന്ന് 4 പേർ മരിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട സാങ്കേതിക ജീവനക്കാർ സ്ഥലപരിശോധന നടത്തിയതിൽ നിലവിൽ കെട്ടിടം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകട പരമാവധി ശോചാവസ്ഥയിൽ ആണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കെട്ടിടം നിലവിൽ അപകട സാധ്യത ഉള്ളതും ലൈസൻസുകൾ കെട്ടിടത്തിൽ തുടരുന്നത് ലൈസൻസുകളുടെയും പൊതുജനങ്ങളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കെട്ടിടം ഒഴിയുന്നതിന് ലൈസൻസുകൾക്ക് നോട്ടീസ് നൽകുന്നതിനുള്ള സൂചന നിർദ്ദേശം പ്രകാരം താങ്കൾ ലൈസൻസിയായ ബിഗ് ബസാർ കെട്ടിടത്തിലെ 12, 13, 14, 15 നമ്പർ മുറിയിലെ വസ്തു വകകൾ ഉടൻ നീക്കം ചെയ്ത് മുറി ഒഴിഞ്ഞ് വിവരം നഗരസഭയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ. അപ്പം ഇതാണ് കോഴിക്കോട് കോർപ്പറേഷന് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഈ ഒരു വിവരം ഉണ്ടായത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ അനാസ്ഥ തന്നെയാണെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇവിടുത്തെ ഷോപ്പിൻ്റെ ആൾക്കാർ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. 1977 ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഏകദേശം 50 വർഷത്തിൻ്റെ കാലപ്പഴക്കമുള്ളൂ. അതുകൊണ്ട് ഇതെങ്ങനെ വീണ് എന്നുള്ളത് ഇവിടെ കടൽ തീരമാണ്, തൊട്ടടുത്ത് കടൽ തീരം ഭാഗം അതിനെക്കൊണ്ട് ഈ ഇരുമ്പുകളൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കണം, കണ്ടില്ലേ? അപ്പം ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് പൊളിയാനുള്ള കാരണം. അപ്പം കോർപ്പറേഷൻ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താണ് തീർച്ചയായിട്ടും ഈ ബിൽഡിംഗ് ഇങ്ങനെ പൊളിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഷോപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പണക്കാരുണ്ട്, പാവപ്പെട്ട ആൾക്കാരുണ്ട്. പണക്കാർ പോട്ടെ ഇരിക്കുക, പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കും? ഇത് പെട്ടെന്ന് ഒരു നിവേദനം വന്നിട്ട് ഷോപ്പ് എല്ലാവരും ഇറങ്ങിപ്പോകണമെന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കേസാണോ? പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റെ ഭാഗത്തുള്ള ജയന്തി ബിൽഡിങ് അത് ഇതുപോലെ അവസ്ഥയാണ്. അവിടേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ പല ഭാഗങ്ങളിലുണ്ട്. ഇതിനെ ഒരു പരമ്പര നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം പത്രമാധ്യമങ്ങൾ വരുന്നത് അവരെ പരസ്യവാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ജനനന്മക്കല്ല. കാരണം ജനനന്മക്കാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ഇതിങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കും. ഇത് 1-2 ദിവസം ഈ ന്യൂസ് ഈ പത്രമാധ്യമങ്ങളിടും. അത് കഴിഞ്ഞാൽ അവരെ പാടായി. ഈ ജനങ്ങൾ തന്നെ മുൻകൂട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. എല്ലാ പാർട്ടിക്കാരും കണക്കന്നെ ഈ കാര്യത്തിൽ. ഇത് ഒരാൾ ജീവൻ പോകാന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്കാണ് വീട്ടിൽ നഷ്ടപ്പെടുന്നത്. അവരെ ജോലി ചെയ്തിട്ടുള്ള വരുമാനത്തിലാണ്. ഇവിടെ കുറേ വണ്ടികൾ ആരുതാണെന്നും നമുക്കറിയില്ല. കാരണം അവർ ജീവിക്കുന്നത് ചിലപ്പോൾ ആ വണ്ടിമേലായിരിക്കും. ആ വണ്ടി ഇല്ലെങ്കിൽ അവർ നടന്നു പോകേണ്ടി വരും. അങ്ങനെ ഇതിൻ്റെയൊക്കെ അവരെ ബുദ്ധിമുട്ടുകൾക്ക് ആര് സഹിക്കുന്നത്? പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഷേട്ടു കോർപ്പറേഷൻ 2 കൊല്ലം മുമ്പ് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് സമൻസ് കൊടുത്ത് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തെന്നാണ് ഞാൻ കേട്ടത്. അത് കറക്റ്റാണോ എന്നറിയില്ല. അതിനുപരി ഇവിടുത്തെ ഈ പീഡിയക്കാരന് കോടതിയിലേക്ക് സ്റ്റേ ഓർഡർ കൊടുത്ത് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി കോർപ്പറേഷൻ മാത്രമല്ല, ആ ഷേട്ടിൻ്റെ പേരിൽ നടപടി എടുക്കണം. അതുപോലെ കോടതിക്കെതിരെ നടപടി എടുക്കണം. കോടതി ഒന്നും കാണാതെ അങ്ങോട്ട് തീരുമാനം എടുക്കില്ല. ബിൽഡിങ്ങൊക്കെ വന്ന് നോക്കിയിട്ടില്ല, അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് സ്റ്റേ കൊടുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾ വന്ന് സ്റ്റേ കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്റ്റേ അങ്ങോട്ട് കൊടുക്കില്ല. അപ്പോൾ ഇത് കോർപ്പറേഷൻ മാത്രമല്ല, ഇതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്, കോർപ്പറേഷനുണ്ട്, ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്, ഇവിടുത്തെ ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർക്കുണ്ട്.
ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർ നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷന് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഷോപ്പ് കൂട്ടില്ല? അവർ വീണ്ടും ആ ഷോപ്പ് നടത്തിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ബിൽഡിങ്, ഇനി വീഴാൻ സാധ്യതയുള്ള ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇനി മെയിൻ്റനൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലാക്കാൻ ഈ കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളെ സ്ഥിതിക്ക് ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും എൻ്റെ വിഷയമല്ല എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഇതൊന്നും വീഡിയോ എടുക്കാത്തത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വോട്ട് തേടിയുള്ള യാത്ര ആയതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരെ ഞാൻ ചാനലിലിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് എല്ലാവരും പ്രതികരിക്കണം, എല്ലാ ജനങ്ങളും പ്രതികരിക്കണം. ഇനി ഒരു ഉമ്മമാർക്ക് ഇതിലൊരു ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു അവസരം കൊടുക്കരുത്. അപ്പോൾ ശക്തമായിട്ട് തന്നെ നേരിടാം. എന്തായാലും ഈ ഒരു കാര്യത്തിന്, ഈ ഒരു പോരാട്ടത്തിന് ഞാനും എൻ്റെ ചാനലും എന്തായാലും ജനങ്ങളോടൊപ്പം ഉണ്ട്. ഇനി അനീതിക്കെതിരെ നീങ്ങാൻ